ഓക്കെ, സോ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ വേരിയബിൾസിനെ പറ്റി നമ്മൾ ഡിസ്കസ് ചെയ്തായിരുന്നു. എങ്ങനെയാണ് നമ്മൾ അത് യൂസ് ചെയ്യേണ്ടത്, അതിൻ്റെ റൂൾസും കാര്യങ്ങളെല്ലാം നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഇനി അടുത്ത നമുക്ക് പൈത്തണിനകത്ത് നമുക്ക് ഡേറ്റ ടൈപ്സ് ആണ് നമ്മൾ നോക്കട്ടെ. ഓക്കെ, സോ പൈത്തൺ ഡേറ്റ ടൈപ്സ് എന്ന് പറയുമ്പോൾ നമുക്ക് ബിൽഡ് ഇൻ ഡേറ്റ ടൈപ്സ് വരും. അതായത് നോർമലി നമ്മൾ യൂസ് ചെയ്യുന്ന സ്ട്രിങ്, ഇൻഡിജർ, ഫ്ലോട്ട്, കോംപ്ലക്സ്, ബൂളിയൻ, ഇതൊക്കെ എല്ലാം എന്ന് പറയുന്നത് നമ്മൾ കോമൺലി യൂസ് ചെയ്യുന്ന ഡേറ്റ ടൈപ്പ് അല്ലെങ്കിൽ സിമ്പിൾ ഡേറ്റ ടൈപ്സ് വേണമെങ്കിൽ പറയാം. അല്ലാതെ നമുക്ക് അഡ്വാൻസ്ഡ് ഡേറ്റ ടൈപ്സ് ഉണ്ട്. അതായത് ലിസ്റ്റ്, ടപ്പിൾ, റേഞ്ച്, ഡിക്ഷണറി, പിന്നെ ഫ്രോസൺ സെറ്റ്, ഇതൊക്കെ എല്ലാം വരുന്നത് അഡ്വാൻസ്ഡ് ഡേറ്റ ടൈപ്സ് ആണ്. അതായത് ഇപ്പോൾ നിങ്ങൾക്ക് അറേ അറിയായിരിക്കുമല്ലോ, ആ അറേയുടെ ഒരു ആൾട്ടർനേറ്റ് വെർഷൻ ആണ് നമുക്ക് ലിസ്റ്റ്, ടപ്പിൾ എന്ന് പറയുന്നത്. സോ ഇതൊക്കെ വരുന്നത് അഡ്വാൻസ്ഡ് ഡേറ്റ ടൈപ്സ് ആണ്. നമുക്ക് സിമ്പിൾ ആയിട്ടുള്ള ഡേറ്റ ടൈപ്സ് എന്ന് പറയുന്നത് STR, ഇൻറ്റ്, ഫ്ലോട്ട്, കോംപ്ലക്സ്, അങ്ങനത്തെ ഉള്ള സംഭവങ്ങളൊക്കെയാണ്. ഓക്കെ, സോ നമുക്ക് ഈ ഡേറ്റ ടൈപ്സ് നമുക്ക് നമ്മുടെ ജൂപ്പിറ്റർ നോട്ട്ബുക്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഓക്കെ, സോ നമ്മളിവിടെ ആദ്യം നമ്മളൊരു വേരിയബിളിനകത്ത് നമ്മളൊരു വാല്യൂ സെറ്റ് ചെയ്യാണ്. എ എന്ന് പറയുന്ന വേരിയബിൾ നമ്മളൊരു വാല്യൂ 10 എന്ന് പറഞ്ഞാണ് കൊടുത്തിരിക്കുന്നത്. ഇതിൻ്റെ ടൈപ്പ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്കിവിടെ എ ടൈപ്പ് നോക്കിക്കഴിഞ്ഞാൽ നമുക്കിവിടെ ഇൻഡിജർ ആണ് വരുന്നത്. ഓക്കെ, അതല്ലാതെ നമുക്കിവിടെ 10 ഓക്കെ, ഇവിടെ ഞാൻ മാറ്റിയിട്ട് 10.89087 അടിച്ചു കഴിഞ്ഞാൽ നമുക്കവിടെ ഇൻഡിജർ അല്ല വരുന്നത്, അവിടെ ഫ്ലോട്ട് ആണ് വരുന്നത്. ബിക്കോസ് നമുക്ക് ഡെസിമൽ നമ്പർ ഉണ്ട്, സോ അതൊരു ഫ്ലോട്ട് ടൈപ്പാണ്. ഓക്കെ, ഇനി ഇത് മാറ്റിയിട്ട് ഞാനിവിടെ എൻ്റെ പേര് പറഞ്ഞു കൊടുക്കാം. ഓക്കെ, അതിവിടെ കൊടുത്തു കഴിഞ്ഞാൽ നമുക്കിവിടെ സ്ട്രിങ് എന്ന് പറഞ്ഞൊരു ടൈപ്പാണ് വരുന്നത്. ഇനി അടുത്ത നമുക്കിവിടെ ഒരു ബൂളിയൻ നമുക്ക് ഇതിനകത്ത് സെറ്റ് ചെയ്യാം. ബൂളിയൻ എന്ന് പറയുമ്പോൾ നമ്മളിവിടെ ബൂൾ ആണ് ഇതിൻ്റെ ഷോർട്ട് ഫോം. അതിൽ നമ്മളൊരു റൗണ്ട് ബ്രാക്കറ്റ്സ് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമുക്കിവിടെ ഒരു ബൂളിയൻ വാല്യൂ ആയിരിക്കും വരുന്നത്. ഇതിൻ്റെ ഡീഫോൾട്ട് വാല്യൂ എന്ന് പറയുന്നത് ഫാൾസ് ആണ്. നമുക്ക് ഇവിടെ ട്രൂ ആക്കണമെന്നുണ്ടെങ്കിൽ നമുക്കിവിടെ ട്രൂ എന്ന് പറഞ്ഞിവിടെ കൊടുക്കണം. ഓക്കെ, സോ ബൂൾ ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ നമുക്കിവിടെ ഇപ്പോൾ ബൂള് നമ്മളിങ്ങനെ കൊടുക്കുകയാണെങ്കിൽ നമുക്ക് ഡീഫോൾട്ട് വാല്യൂ എന്ന് പറയുന്നത് ഫാൾസ് ആണ്. ഓക്കെ, സോ ഞാനിപ്പോൾ ബൂളിയൻ്റെ ഒരു എക്സാമ്പിൾ കാണിച്ചുതരാം. അതായത് A ഈസ് ഈക്വൽ ടു 10, B ഈസ് ഈക്വൽ ടു 10. ഓക്കെ, അപ്പം ഞാനിവിടെ A ഡബിൾ ഈക്വൽ ടു B എന്ന് കൊടുത്തു കഴിഞ്ഞാൽ എനിക്ക് അവിടെ ട്രൂ ആയിരിക്കും വരുന്നത്. കാരണം എയും ബിയുടെ വാല്യൂ സെയിം ആണ്. ഓക്കെ, ഇവിടെ 10 എന്ന് പറയുന്ന വാല്യൂ എയും ബിക്കും സെയിം തന്നെയാണ്. സോ അതുകൊണ്ട് നമ്മൾ A ഡബിൾ ഈക്വൽ ടു B കൊടുക്കുമ്പോൾ നമുക്കിവിടെ ട്രൂ ആണ് വരുന്നത്. ഇപ്പം ഞാൻ ഇവിടെ 10 ആണ് കൊടുക്കുന്നത്. ഓക്കെ, ഇവിടെ ഒരു സ്ട്രിങ് B എന്ന് പറയുന്നത് ഒരു സ്ട്രിങ് വാല്യൂ, ഇവിടെ ഒരു ഇൻഡിജർ വാല്യൂ ആണ്. അപ്പോൾ ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഫാൾസ് ആയിരിക്കും വരുന്നത്. ബിക്കോസ് രണ്ടിൻ്റെ ടൈപ്പും എയുടെയും ബിയുടെ ഡേറ്റ ടൈപ്പ് എന്ന് പറയുന്നത് ഡിഫറെൻ്റ് ആണ്. സോ അതുകൊണ്ടാണ് അവിടെ നമ്മൾ ഈക്വൽ ടു സൈൻ കൊടുത്തപ്പോൾ അവിടെ ഫാൾസ് എന്ന് പറഞ്ഞ് വന്നത്. ഓക്കെ, സോ ഇവിടെ നമുക്ക് ടൈപ്പ് എന്ന് പറഞ്ഞു കൊടുക്കാം. ഇവിടെ ടൈപ്പ് A ഡബിൾ ഈക്വൽ ടു B എന്ന് കൊടുത്തു കഴിഞ്ഞാൽ നമുക്കിവിടെ ടൈപ്പ് അറിയാം, ബൂളിയൻ ടൈപ്പാണ്. അതിനെ ബൂൾ എന്നാണ് പറയുന്നത്. ഓക്കെ, ഇനി നമുക്ക് ഇതൊന്ന് കൺകാറ്റിനേറ്റ് ചെയ്യണം. അതായത് നമ്മളിവിടെ ഒരു A ഈസ് ഈക്വൽ ടു നമ്മളിവിടെ ഹലോ പ്ലസ് നമ്മളിവിടെ ഒരു 10 എന്ന് പറഞ്ഞ് കൊടുത്തെന്ന് വിചാരിച്ചു. അപ്പം ഞാൻ ഈ കോഡ് എക്സിക്യൂട്ട് ചെയ്യുകയാണെങ്കിൽ നമുക്കിവിടെ ഒരു ടൈപ്പ് എറർ എന്ന് പറഞ്ഞ് വന്നിട്ടുണ്ട്. ക്യാൻ ഓൺലി കൺകാറ്റിനേറ്റ് STR നോട്ട് ഇൻറ്റ് ടു STR എന്നാണ് പറയുന്നത്. അതായത് ഇൻഡിജറിനെ നമുക്ക് STRലോട്ട് കൺകാറ്റിനേറ്റ് ചെയ്യാൻ പറ്റില്ല, STRനെ മാത്രമേ നമുക്ക് സ്ട്രിങ് ടൈപ്പ് ഉള്ള വാല്യൂ മാത്രം നമുക്ക് കൺകാറ്റിനേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതിന് സൊല്യൂഷൻ എങ്ങനെയാണെന്ന് പറഞ്ഞാൽ നമുക്ക് വേറൊന്നും ചെയ്യേണ്ട, വേറൊന്നുമില്ല. അതായത് ഈ ഒരു വാല്യൂ 10 എന്ന് പറയുന്നത് ഇൻഡിജർ ആണ്, അത് നമ്മൾ സ്ട്രിങ്ങിലോട്ട് കൺവേർട്ട് ചെയ്യും. ഓക്കെ, സ്ട്രിങ്ങിലോട്ട് കൺവേർട്ട് ചെയ്യുന്നതിനാണ് നമ്മളിവിടെ ടൈപ്പ് കാസ്റ്റിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് ടൈപ്പ് കാസ്റ്റിംഗ് എന്തായത്. അതായത് നമ്മുടെ വാല്യൂവിനെ നമ്മളൊരു പർട്ടിക്കുലർ ഒരു വാല്യൂവിനൊക്കെ ഒരു ടൈപ്പ് ഉണ്ടായിരിക്കും, ആ ടൈപ്പിനെ വേറൊരു ടൈപ്പിലോട്ട് കൺവേർട്ട് ചെയ്യുന്നതിനാണ് കാസ്റ്റിംഗ് എന്ന് പറയുന്നത്. അപ്പം ഞാനിവിടെ ഇത് എക്സിക്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഞാനിത് പ്രിന്റ് ചെയ്യാം. A എന്ന് പറഞ്ഞ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്കിവിടെ ഹലോ, പിന്നെ അത് കഴിഞ്ഞിട്ട് 10. ഓക്കെ, സോ നോർമലി ഇപ്പോൾ നിങ്ങൾ ജാവാസ്ക്രിപ്റ്റ് യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്കിവിടെ
ഹലോ എന്ന് പറയുന്നത് പ്ലസ് ഞാനിവിടെ 10 എന്ന് പറഞ്ഞ് കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ ഓട്ടോമാറ്റിക്കലി കൺകാറ്റിനേറ്റ് ചെയ്തോളും. അതായത് ഇതൊരു സ്ട്രിങ് ആണ്, അതായത് സ്ട്രിങ്ങും നമ്പറും തമ്മിൽ ആഡ് ചെയ്യുമ്പോൾ അവിടെ സ്ട്രിങ് ആണ് ഫൈനൽ ഔട്ട്പുട്ട് വരുന്നത്. ഓക്കെ, ഇപ്പൊ ഹലോയും 10ഉം കൂടെ മെർജ് ചെയ്തു, അതല്ലെങ്കിൽ കൺകാറ്റിനേറ്റ് ചെയ്ത് ഇങ്ങനെ വന്നു. നമുക്കിവിടെ ടൈപ്പ് കൺവേർഷൻ വരുന്നില്ല. പക്ഷെ പൈത്തണിന്റെ കേസിൽ വരുമ്പോൾ നമ്മളിവിടെ ടൈപ്പ് കൺവേർട്ട് ചെയ്യും, അതായത് ആ വാല്യൂയുടെ ടൈപ്പ് കൺവേർട്ട് ചെയ്തിട്ട് വേണം നമുക്ക് ഇതിനകത്ത് സം ചെയ്ത് വിടാൻ. ഓക്കെ, നമ്മൾ ബൂള് നോക്കിയിട്ടുണ്ട്. പിന്നെ ഫ്ലോട്ട് വരുന്നത് നമ്മൾ ഡെസിമൽ നമ്പറാണ് ഇതിനകത്ത് വരുന്നത്. അതിൻ്റെ കുറേ എക്സാമ്പിൾ നമ്മുടെ ഈ W3 സ്കൂൾസിനകത്ത് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്, ഇതിനകത്ത് കാണിച്ചിട്ടുണ്ട്. അഡ്വാൻസ്ഡ് ഡേറ്റ ടൈപ്പ് ഉണ്ട്. അഡ്വാൻസ്ഡ് ഡേറ്റ ടൈപ്പ് നമുക്ക് അടുത്ത വീഡിയോയിൽ നോക്കാം. സോ സിമ്പിൾ ഡേറ്റ ടൈപ്സ് എന്ന് പറയുന്നത് ഇതൊക്കെയാണ്. സോ ഇത് അറിഞ്ഞിരിക്കേണ്ട സംഭവമാണ്. ഓക്കെ, സോ അടുത്തത് നമുക്ക് ഓപ്പറേറ്റേഴ്സും അങ്ങനത്തെ കാര്യങ്ങൾ നോക്കാം. ഓക്കെ, ബൈ.